ഗീതാ ഗോപിയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനത്തിൽ പേയ്മെന്റ് സീറ്റ് ആരോപണം ഉന്നയിച്ച് സി മുകുന്ദൻ രംഗത്ത് വന്നു. ഗീതാഗോപിയുടെ പേര് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഗീതാഗോപിനെ ക്ഷണിച്ചു BJP എന്ന ഒരു പത്രത്തിൽ ന്യൂസ് വരാനുണ്ടായി. അതൊരു എനിക്ക് കിട്ടിയോടത്തോളം തരികട പ്രയോഗനം നടത്തി. അങ്ങനെ ഒരു പ്രത്യേക രീതിയിലുള്ള സമീപനം സ്വീകരിച്ചിട്ടാണ് ഗീതാഗോപി പാർട്ടിയിൽ നിന്ന് സീറ്റ് കൈവശമാക്കാൻ തീരുമാനിച്ചത്. തൊട്ടുകൂടാതെയൊന്നുമല്ല, എൻ്റെ മനസ്സിലാക്കിയാൽ ജനകീയ സ്വഭാവം സ്വീകരിച്ച് പോകുന്ന ഏത് പത്രത്തിലെ കൂട്ടിയോജിപ്പിക്കും. അതെൻ്റെ ഇപ്പോഴത്തെ ഒരു പോളിസിന് ഇവിടെയുള്ള പാർട്ടിക്കാർക്കൊക്കെ അറിയാം സി മൂന്നിൻ്റെ സ്വഭാവം എന്താണെന്ന്. ഒരു പാർട്ടിയെ അങ്ങനെ അംഗീകരിച്ച് കൊണ്ടുപോകുന്ന കൂട്ടത്തിലല്ല ഞാൻ. എല്ലാ പാർട്ടികളെയും ഒന്നായി കണക്കാക്കി ജനങ്ങളാണ് പാർട്ടി. സി മുകുന്ദന്റെ ആരോപണങ്ങൾക്ക് പാർട്ടി മറുപടി പറയുമെന്ന് ഗീതാ ഗോപിയുടെ മറുപടി. സി മുകുന്ദനെ തള്ളി CPI നേതൃത്വവും രംഗത്ത് വന്നു. ഈ കാര്യത്തെക്കുറിച്ചിട്ട് അപ്പൊ അദ്ദേഹത്തെ പോലൊരാള് ഇപ്പൊ സ്ഥാനാർത്ഥിയാണോ അല്ലയോ എന്ന് പറയാൻ ഞാനാളല്ല. ഞാൻ പറഞ്ഞല്ലോ, പട്ടിക വന്നിട്ടില്ല. അതിനു മുമ്പ് ഈ അത്തരം രീതിയിലുള്ള ബാലിശവും അപക്വവുമായ പ്രതികരണങ്ങൾ നടത്തുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ അത് സംബന്ധിച്ചിട്ട് അദ്ദേഹത്തോട് തന്നെ ചോദിക്കുന്നതാണ് നല്ലത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലൊരു പാർട്ടിയെക്കുറിച്ച് അങ്ങനെ ഒരു ആരോപണം യാഥാർത്ഥ്യ ബോധമുള്ള ആർക്കെങ്കിലും ഉന്നയിക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ അതിന് കൃത്യമായ മറുപടി നാട്ടികയിലെ മണ്ഡലം സെക്രട്ടറിയോ അല്ലെങ്കിൽ അവിടുത്തെ പ്രാദേശിക നേതാക്കന്മാരോ ഒക്കെ പറയും. അവരാണ് അതിന് മറുപടി പറയാൻ ഏറ്റവും യോഗ്യരെന്ന് ഞാൻ വിചാരിക്കുന്നു. നാട്ടികയിൽ സി മുകുന്ദന് വിനയായത് പ്രാദേശിക എതിർപ്പ് എന്നാണ് വിവരം. മുകുന്ദനെ ഉൾക്കൊള്ളാനാകില്ല എന്നാണ് മണ്ഡലം കമ്മിറ്റിയുടെ നിലപാട്. ശ്രീജിത്ത് ശ്രീകുമാരനുണ്ട് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി. ശ്രീജിത്ത്, നാട്ടിക എന്ന സംവരണ മണ്ഡലത്തിൽ വിജയിച്ചു കയറിയ ആളാണ് സി മുകുന്ദൻ. ഒരു തവണ വിജയിച്ച ആൾക്ക് വീണ്ടും സീറ്റ് നൽകും എന്നായിരുന്നു പാർട്ടി പറഞ്ഞിരുന്നത്. പക്ഷേ ആ മാനദണ്ഡം സി മുകുന്ദന്റെ കാര്യത്തിൽ ഫലവത്താകുന്നില്ല. അദ്ദേഹത്തെ മാറ്റി നിർത്തി ഗീതാ ഗോപിക്ക്, അതിനു മുമ്പ് 2 തവണ അവിടെ ജയിച്ച ഗീതാ ഗോപിക്ക് സീറ്റ് നൽകാൻ പാർട്ടി തീരുമാനിക്കുന്നു. ഇത് പാർട്ടിക്കകത്തെ പടലപ്പിണക്കങ്ങളുടെയും ചേരിതിരിഞ്ഞുള്ള നീക്കങ്ങളുടെയും ഒക്കെ ഭാഗമാണ് എന്ന ആരോപണം ശക്തമായി ഉയരുകയാണ്. ജയസാധ്യതയുള്ളത് കൊണ്ട് തന്നെ സി മുകുന്ദനെ UDF സ്വതന്ത്രനായി മത്സരിപ്പിക്കാനുള്ള നീക്കങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടെന്ന സൂചനകൾ വരുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സി മുകുന്ദന്റെ ഉള്ളിലിരിപ്പ്? UDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നാട്ടികയിൽ മത്സരിക്കാൻ ഇക്കുറി അദ്ദേഹം ഉണ്ടാകുമോ? പാർട്ടി വിട്ടുള്ള കളിക്ക് തയ്യാറെടുക്കുകയാണോ സി മുകുന്ദൻ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് GK നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. സി മുകുന്ദനുമായി നമ്മൾ സംസാരിക്കുമ്പോൾ പോലും അദ്ദേഹം ആ ഒരു നിലപാടിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും സി മുകുന്ദനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളെല്ലാം തന്നെ നൽകുന്ന വിവരം അതുതന്നെയാണ്. അല്പസമയം മുൻപാണ്, നമ്മൾ ഇരിക്കുന്ന സമയത്താണ് KC വേണുഗോപാലിൻ്റെത് അടക്കം അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ അടക്കമുള്ള ഫോൺ കോളുകൾ അവരുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ സി മുകുന്ദനെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നത്. എന്തായാലും സി മുകുന്ദൻ ഗുരുതരമായ ആക്ഷേപങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. സി മുകുന്ദൻ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, പാർട്ടി ഒരു പേയ്മെന്റ് സീറ്റാണ് നൽകിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പേയ്മെന്റ് സീറ്റാണ് ഗീതാ ഗോപിക്ക് നൽകിയിരിക്കുന്നത് എന്ന രൂക്ഷമായ ഗുരുതരമായ ആക്ഷേപമാണ് ഉയർത്തുന്നത്. ഇതിനു മുൻപ് സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ടൊക്കെ ആരോപണം ഗീതാ ഗോപിക്കെതിരെ ഉയർന്നിരുന്നുവെന്ന് പറയുന്നുണ്ട്. 2 ടേം വ്യവസ്ഥ എന്തേ അവർക്ക് ബാധകമല്ലേ എന്നാണ് സി മുകുന്ദൻ ചോദിക്കുന്നത്. ഗീതാ ഗോപി അല്ലാതെ മറ്റേത് സ്ഥാനാർത്ഥിയാണെങ്കിലും താൻ അംഗീകരിക്കാമെന്നും പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ AICC നേതൃത്വം അദ്ദേഹത്തോട് സംസാരിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. സീറ്റ് വാഗ്ദാനം ചെയ്തു. നാട്ടികയിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു UDFന്റെ നേതൃത്വം. ഇനി മുകുന്ദന്റെ ഔദ്യോഗികമായ തീരുമാനം മാത്രം അറിഞ്ഞാൽ മതി. അല്പസമയം മുൻപ് മുകുന്ദനോട് സംസാരിക്കുമ്പോഴും പറഞ്ഞത് 2 ദിവസത്തിനുള്ളിൽ ഒരു വലിയ തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായും മുകുന്ദൻ UDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി, അതായത് CPIയുടെ LDFന്റെ സിറ്റിംഗ് MLA ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നാട്ടികയിൽ വരാനുള്ള സാധ്യതയാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. GK ശരി, ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.